السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇരുത്തം നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു അമലാക്കി അള്ളാഹു ഇതിനെ മാറ്റി തരുമാറാകട്ടെ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ വാരിക്കൂട്ടാൻ സാധ്യമാകുന്ന ഒരു മഹത്തമാക്കപ്പെട്ട മാസത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. റമദാൻ കടന്നു വരുന്നു എന്നുള്ളത് ശരിയാണല്ലേ? ശരിയാണ്. ഇതേതാ മാസം? ഷാബാൻ പൂർത്തിയാകുന്നതോടുകൂടി റമദാൻ വരും. അത് ശരി തന്നെയാണ്. മാസം വരും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ സംശയമുള്ള ഒരു ചോദ്യചിഹ്നമുള്ളത് ഞാൻ ആ റമദാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. സംശയമുള്ള കാര്യം എന്താണ്? ഞാൻ ആ റമദാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. റമദാനിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ട ഒരു ചിന്ത അതിത് തന്നെ. നമ്മൾ ഇന്ന് വീട്ടിൽ പറയുന്നത്, നമ്മൾ ബാക്കിയുള്ളവരോട് പറയുന്നത്, ഇതാ റമദാൻ വരികയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ പറയണം നമ്മളിലേക്ക് റമദാൻ വരുന്നതാണ് നമ്മൾ പറയണത്. എന്നാൽ യഥാർത്ഥത്തിൽ റമദാനിലേക്ക് കടന്നു പോകുന്നവരാണോ നമ്മൾ എന്ന് ചോദിച്ചാൽ അവിടെ വലിയൊരു സംശയം ബാക്കിയുണ്ട്. കാരണം കഴിഞ്ഞ ഷാബാൻ അല്ലെ, കഴിഞ്ഞ റമദാനിന് തൊട്ടു മുന്നുള്ള ഷാബാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞ വർഷത്തെ റമദാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? റമദാൻ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ആ റമദാനിൽ ഞാൻ ഉണ്ടാകുമോ എന്നുള്ള ചിന്ത ആദ്യം ഈ നിമിഷം മുതൽ നമുക്ക് ഉണ്ടാകണം. ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, നമ്മൾ കുറേ പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുപോയിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ നമുക്ക് കഴിയണം. പ്രാക്ടിക്കൽ ക്ലാസ്സാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയണം, സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയണം. നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കണം, തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയണം. അത് കേൾക്കാനും പറയാനൊക്കെ എളുപ്പമുള്ളതാണ് എന്ന് പറയുന്നത് പോലെ റമദാൻ കടന്നു വരുന്നുണ്ട്. എന്നാൽ ആ റമദാനിൽ ഞാൻ ഉണ്ടാകുമോ? അതിനുള്ള ഉത്തരം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയോ നമ്മൾ ഉണ്ടാകുമെന്ന്? അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണോ? അല്ല. എന്നാൽ നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ മുൻഗാമികൾ എടുത്ത ഒരു ഉത്തരവാദിത്തം, മുൻകഴിഞ്ഞ സഹാബാക്കളും താബിഅകളും തബഅ താബികളും സലഫുകളും നമുക്ക് കാണിച്ചു തന്നൊരു രീതിയുണ്ട്. അവരെങ്ങനെയാണ് റമദാനിലേക്ക് എത്തിയത് എന്ന്.
ഒന്നാമതായി റമളാനിലേക്ക് കടന്നു പോകുന്ന നമ്മൾക്കുണ്ടാകേണ്ടത് ആത്മാർത്ഥമായ ദുആയാണ്, പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില ദുആകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ നീ എനിക്ക് റമളാനെ നൽകണമേ, അല്ലാഹുവേ നീ എന്നെ ആ റമളാനിലേക്ക് എത്തിക്കണമേ. ഈ ചിന്തയാണ്, ഈ കാര്യമാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പഠിപ്പിച്ചു, അല്ലാഹുമ്മ അഇന്നാ ഫീഹി അലാ സിയാമി വൽ ഖിയാം. അല്ലാഹുമ്മ അഇന്നാ ഫീഹി അലാ സിയാമി വൽ ഖിയാം. അല്ലാഹുവേ റമളാനിൽ നോമ്പ് നമസ്കാരവും ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. റമളാനിൽ എത്തി എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? റമളാനിൽ എത്തി എന്നുള്ളത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ റമളാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം. ആ റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യേണ്ട അമലുകളിൽ പെട്ടതാണ് രണ്ടെണ്ണം. ഏതൊക്കെ? അസ്സിയാമു വൽ ഖിയാം, നമസ്കാരവും നോമ്പെടുക്കാൻ. അല്ലെ, നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പരിശോധിച്ച് നോക്ക്, നോമ്പെടുക്കാൻ കഴിയാത്തത്ര മനുഷ്യന്മാരുണ്ട്. നോമ്പെടുക്കാൻ കഴിയുന്നില്ല, അവരുടെ രോഗം അവരെ സമ്മതിക്കുന്നില്ല, അവരാകെ ബുദ്ധിമുട്ടിലാണ്, അവര് ബേജാറിലാണ്. എങ്ങനെ നന്മകൾ ഞാൻ വാരിക്കൂട്ടുമെന്ന് ആലോചിച്ച് നമസ്കരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, കഴിയണില്ല നമസ്കരിക്കാൻ. നമസ്കാരത്തിൽ നിൽക്കാൻ കഴിയണില്ല, നമസ്കാരത്തിൽ വേണ്ട രൂപത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആളുകൾ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്, കുറെ ദൂരത്തൊന്നും പോണ്ട. അപ്പൊ നമ്മൾ അതിന് കഴിവുള്ളവരാണോ? ഇന്ന് നോക്കുമ്പോ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇന്ന് നമ്മള് ക്ലാസ്സിലേക്ക് കടന്നു വന്നവരാണ്, ഇവിടെ നല്ല രൂപത്തിൽ അത് കേൾക്കുന്നവരാണ്, ഇവിടെ നല്ല രൂപത്തിൽ അതിന് സജ്ജമായി ഇരിക്കുന്നവരാണ്. എന്നാൽ അടുത്ത നിമിഷം ഈ തടി ഇതുപോലെ ഉണ്ടാവും, നമുക്കൊരു ഉറപ്പില്ല, ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് വാങ്ങണം നമ്മള്. അല്ലാഹുമ്മ അഇന്നാ ഫീഹി അലാ സിയാമി വൽ ഖിയാം. അല്ലാഹുവേ നിന്റെ സഹായം ഇല്ലാതെ ആകുല നമുക്ക്. ആ നമസ്കാരവും നോമ്പും നോൽക്കുന്ന ആളുകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. ഇനി റമളാൻ ലഭിച്ചു, ഈ പറയുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു, കഴിഞ്ഞോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് ഒരു ദുആ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഖബ്ബലീൻ വഅതിഖ്നാ മിനൻ നീറാൻ. ഇനി ഈ അമലുകളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയെന്ന് കരുതുക, ഈ അമലുകൾ അല്ലാഹു സ്വീകരിക്കണ്ടേ നമ്മുടെ അടുത്ത് നിന്ന്? സലഫുകളോട് നിങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ അവര് പറയും, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചു. എന്താ പറഞ്ഞത്? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചിട്ടുണ്ട്. നമ്മളോ വെറുതെ തലകുത്തി പറഞ്ഞാൽ മതി, ഉറപ്പിച്ചിരിക്കാട്. അല്ലെ, ഇന്ന് നമസ്കരിച്ച അസർ നമസ്കാരത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഞാൻ അസറൊക്കെ നമസ്കരിച്ച് ഞാൻ എന്റെ റബ്ബിനോടുള്ള ബാധ്യതകളൊക്കെ പൂർത്തിയാക്കി എന്ന ഇരുത്തമാണ് നമുക്ക്. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അതിന് അല്ലാഹുവോട് നമ്മൾ തേടണം, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഖബ്ബലീൻ. അമലുകൾ ഖബൂൽ ചെയ്യുന്ന ആ ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ എന്നെയും ഉൾപ്പെടുത്തണമേ. കഴിയുന്നില്ല, വഅതിഖ്നാ മിനൻ നീറാൻ. നരകത്തിൽ നിന്ന് റബ്ബേ നീ എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. എത്ര ദുആ പറഞ്ഞു? എത്ര ദുആ ഞാൻ പറഞ്ഞു? 4 3. ലാസ്റ്റ് പറഞ്ഞ നിങ്ങൾക്ക് 2 തോന്നിയത് ഒറ്റ ദുആണ്. ഒന്നെന്താണ്? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. രണ്ടാമത്തേത് എന്താണ്? അല്ലാഹുമ്മ അഇന്നാ ഫീഹി അലാ സിയാമി വൽ ഖിയാം. മൂന്നാമതായി പറഞ്ഞു അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഖബ്ബലീന വഅതിഖ്നാ മിനൻ നീറാൻ. ദുആ ചെയ്യണ്ട നമ്മള് 3 ദുആ കേട്ടു, എന്നിട്ട് വീട്ടിൽ വന്നിങ്ങനെ കുത്തിയിരിക്കുക ആയിട്ടില്ല. ഇത് അള്ളാന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. റമളാൻ വരുന്നുണ്ട് എന്ന് ഈ മാസം ആരംഭത്തിലെ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ റമളാൻ വരുന്നുണ്ട് എന്ന് കരുതി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ റമളാൻ കടന്നു വരുന്നു എന്നുള്ള കാരണത്താൽ
എന്താ അള്ളാഹുവിനോട് നമ്മൾ സംസാരിച്ചത്? എന്താ അള്ളാഹിനോട് നമ്മൾ പറഞ്ഞത്? നമ്മുടെ മാപ്പിളിനോട് നമ്മൾ 1 മാസം അല്ല 2 മാസമായിട്ട് പറയുന്നുണ്ട്, റമദാൻ വരുന്നത് നിങ്ങളിങ്ങനെ നടന്നോ, റമദാൻ വരുന്നത് വീട്ടിന്റെ പണിയൊന്നും തീർക്കാണ്ട്, റമദാൻ വരുന്നുണ്ട് നല്ല AC വെച്ചോ, ചൂടൊന്നും സഹിക്കാൻ കഴിയുന്നില്ല, റമദാൻ വരുന്നുണ്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ ഇടുന്നുണ്ട്, മക്കളോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ നടന്നോ റമദാൻ വരികയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടും ചങ്ങായിമാരോടൊക്കെ റമദാൻ വരാനായി എന്നിട്ട് നീ നന്നായിട്ടില്ലേ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി നമ്മളോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്റെ റബ്ബിനോട് ഞാൻ എന്തു പറഞ്ഞു, എന്റെ റബ്ബിനോട് ഞാൻ എന്ത് ചോദിച്ചു എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അതിലേക്ക് നമ്മൾ എത്തണം, നമ്മൾ എത്തിയേ പറ്റൂ. ഇത് ചോദിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ആ ബോധം നമ്മളിൽ ഉണ്ടാകണം. പിന്നെയോ നമ്മൾ കടന്നു പോകുന്ന ഈ അമലുകൾ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്തിന് ചെയ്യണം? അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്യണം. എങ്ങനെ? വെറുതെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാന്ന് പറയല്ല. അങ്ങനെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഓരോരുത്തരോട്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിച്ചത്? അള്ളാഹ്ക്ക് വേണ്ടി. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ നോമ്പ് നോറ്റത്? അള്ളാഹ്ക്ക് വേണ്ടി. അല്ലെ? കുറെ നോമ്പെടുത്ത് പൂർത്തിയാക്കാനുണ്ട്, അടിച്ചു നോമ്പെടുത്ത് തീർക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാ? എന്റെ റബ്ബിനെ പേടിച്ചിട്ടാണ്. സംഗതി എന്താ? ബാറ്റുന്ന ഒരാൾ ഇങ്ങനെ കുത്തുന്നുണ്ട്, നോമ്പ് പറ്റില്ലേ, എന്താ ഇനി നോമ്പ് തീർത്ത് ഇനി തീർക്കുന്നില്ലേ, വെറും മുദ്ദരി കൊടുക്കാന്ന വിചാരം. ഈ പ്രഷറിൽ നോമ്പ് നോറ്റാൽ ബാധ്യത പൂർത്തിയാകുമോ? ഇല്ല. നമ്മുടെ നാവ് കൊണ്ടുള്ള നമ്മളോടുള്ള ചില കാര്യങ്ങൾ മറുപടി പറയുന്നതിനപ്പുറം അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചിന്തിക്കണം. ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഒരു ഖലീഫയുണ്ട്. നിങ്ങൾ ചരിത്രം പഠിച്ചവർക്ക് അറിയണ്ടാവും. ഹാറൂൺ റഷീദ് കേട്ടിട്ടുണ്ടാവും. ഹാറൂൺ റഷീദിന്റെ സംഘത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ 20,000 ആളുകൾ ഉണ്ട്. ആ 20,000 ആളുകളുടെ പേര് ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. അതായത് അന്നത്തെ സൈനികരുടെ പട്ടികയിൽ ആ 20,000 ആളുകളെ കാണൂല. ആ പട്ടികയിൽ, ആ ലിസ്റ്റിലുള്ള ആളുകൾക്കാണ് ഈ സൈന്യത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുക. എന്നാൽ 20,000 ആളുകൾ ആ ലിസ്റ്റിൽ ഇല്ല. എന്തുകൊണ്ട് അവരില്ല? അവര് ഹാറൂൺ റഷീദിന്റെ സൈന്യത്തിലേക്ക് ചേർന്നത്, അവർക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തത്, എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടത് ആ ഒരു ശമ്പളം വാങ്ങാനല്ല. പിന്നെന്തിനായിരുന്നു? അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒന്നും വേണ്ട. ഇന്ന് നമ്മൾ ഇരുന്ന ഈ ഇരുത്തം, അല്ലെ, പറയാൻ നമുക്ക് കുറെ കാരണങ്ങളുണ്ട്. നോറ് വിളിച്ചു, അല്ലെ, നോറ് വിളിച്ചു, ഞാൻ ആ പോസ്റ്റർ കണ്ടു, ഞാൻ ആ ഗ്രൂപ്പിലുള്ളത് കണ്ടു, ഞാൻ ആ മദ്രസയിലുള്ള എന്റെ കുട്ടി പറഞ്ഞു, എന്റെ മോളിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കാരണം ഉണ്ടാവും. എന്നാൽ എല്ലാത്തിനും അപ്പുറം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഓരോ നിമിഷവും എന്റെ റബ്ബിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ്. ആ ഒരു ഇരുത്തത്തിലാണ് ബർക്കത്ത് ഉണ്ടാകുക. ആ ഒരു ഇരുത്തത്തിലാണ് സഹോദരിമാരെ നമ്മുടെ ഇരുത്തത്തിന് ഒരർത്ഥം ഉണ്ടാകുക. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരായി നമ്മൾ മാറണം. കാരണം ഇന്നീ നിമിഷം നമ്മൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഈ നിമിഷം എന്തുകൊണ്ടാണ് ഈ നിമിഷം അതിലേക്ക് കടന്നു പോകണമെന്ന് പറയുന്നത്? അതിന്റെ മറുപടി നമ്മളെല്ലാം നൽകുന്നത് ഖബർസ്ഥാനുകളാണ്. ഖബർസ്ഥാനുകൾ നമുക്ക് അതിനുള്ള മറുപടി നൽകുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. ഖബറിലുള്ള ആളുകളോട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊരാഗ്രഹം ചോദിച്ചാൽ അവരാഗ്രഹിക്കുക റമദാനിലുള്ള ഒരു ദിവസം ലഭിക്കാനാണ്. നമ്മൾ എത്ര ആളുകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന എത്ര ആളുകൾ ഖബറിലുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ദുനിയാവിന്റെ പല സുഖങ്ങൾ, പല രസങ്ങൾ, പല രൂപത്തിലുള്ള ചിന്തകൾ. എന്നാൽ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതോടുകൂടി അവൻ ആവശ്യം കുറച്ച് അമലുകളാണ്. ഖബറാളികളോട് ചോദിച്ചാൽ അവര് പറയും റമദാനിലുള്ള ഒരു ദിവസം ലഭിച്ചിരുന്നെങ്കിൽ ലഭിക്കുമോ? ഇല്ല, ലഭിക്കില്ല. നമ്മളും ആ ഖബറിലേക്ക് പോകും. ആ ഖബറിലേക്ക് പോകുന്നതിന് മുന്നേ റമദാനിന് ലഭിക്കാൻ വേണ്ടി പണിയെടുക്കാൻ നമുക്ക് കഴിയണം.
ആ റമളാനിനെ അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാൻ നമുക്ക് കഴിയണം. ആ റമളാനിലെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കാൻ നമുക്ക് കഴിയണം. ചോദിച്ചു വാങ്ങുന്നവരാകണം. അല്ലാഹുക്ക് അതാ ഇഷ്ടം. ദുനിയാവുമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂല. ദുനിയാവിൽ നമ്മൾ ഇന്നൊരാളോട് ഒരു കാര്യം ചോദിച്ചു, അയാൾ കേട്ടു. രണ്ടാമത് ചോദിച്ചു, രണ്ടാമതും കേട്ടു. മൂന്നാമത് പോയാൽ അയാൾ ദേഷ്യം പുറത്തു വിട്ടു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവരെയാണ്. അള്ളാഹുവിന് കോപമാണ് അള്ളാഹുവിനോട് ചോദിക്കാത്ത ആളുകളോട്. നമ്മൾ അതിലുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദേഷ്യമെങ്ങാനും നമുക്ക് ലഭിച്ചാൽ പിന്നെ എന്തിനാ നമ്മളെ കൊണ്ട്? അമലുകളിൽ മുന്നേറുക, നന്മകൾ ചെയ്യുക, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുക, അതിനു വേണ്ടി പണിയെടുക്കാൻ തയ്യാറാകുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഒരാൾ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം വേണം, വിശക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ വീട്ടിലേക്കൊക്കെ അയച്ചു. എവിടെയും ഭക്ഷണമില്ല. അവസാനം സഹാബാക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കണോ? ഇതാ ഈ അതിഥിയെ, എന്റെ അതിഥിയെ നിങ്ങൾ സൽക്കരിക്ക്. നമുക്കറിയുന്ന ചരിത്രം. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സഹാബിക്ക് അറിയില്ല വീട്ടിൽ എന്തുണ്ട് എന്ന്. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള അതിയായ ആഗ്രഹം. വീട്ടിൽ പോയിട്ട് കുഞ്ഞു മക്കളുണ്ട്, ഭാര്യയുണ്ട്, ആരും കഴിച്ചിട്ടില്ല. ആരും കഴിക്കണ്ട, എല്ലാരും കിടന്നുറങ്ങിക്കോളി. വിളക്കൊന്നണച്ചിട്ട് ആ അതിഥി അറിയാതെ അയാളെ നമുക്ക് സൽക്കരിക്കാം. ഭക്ഷണം നൽകി. എന്താ പിന്നെ നടക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവന്റെ ദാസനെ നോക്കി ചിരിച്ചിരിക്കുന്നു. അല്ലാഹു ഒരു ദാസനെ നോക്കി, അടിമയെ നോക്കി ചിരിച്ചാൽ പിന്നെ നരകത്തിൽ പ്രവേശിക്കൂല. അല്ലാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്? ഒരു പ്രവൃത്തിയുണ്ടോ പറയാൻ? ഒരു പ്രവൃത്തിയുണ്ടോ പറയാൻ? ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന് പോലും ഓർമ്മില്ല. പിന്നെയല്ലേ അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്താൻ? പിന്നെയല്ലേ അള്ളാഹു നമ്മളെ നോക്കി ഒന്ന് ചിരിക്കാൻ? ഇന്ന് ഈ ദുനിയാവിൽ എത്ര ആളുകളുടെ കാരുണ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ ദുനിയാവിൽ എത്ര ആളുകളുടെ നമ്മളോടുള്ള പെരുമാറ്റം നന്നാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ ദുനിയാവിൽ എത്ര ആളുകളുടെ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു ഹൃദയം, ഒരു മനസ്സ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയണം നമുക്ക്. കാരണം എന്താണെന്നറിയോ? ഇന്ന് നമ്മൾക്ക് ലഭിച്ച എല്ലാം കുറെയൊന്നും ആലോചിക്കണ്ട. ഇന്ന് ഈ നിമിഷം നമ്മൾ ഇരിക്കുന്നു അല്ലേ? നമ്മൾ വെറുതെ ഇരിക്കുന്നത് അല്ല. ശ്വാസം ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട്. ശ്വാസം ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് വിടാത്ത ഒരാളും ഇല്ല ഇവിടെ. ആലോചിച്ച് നോക്ക്. ഒരു ശ്വാസം നമ്മൾ എടുത്ത് പിന്നെ ഒരു ശ്വാസം എടുക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് അടുത്ത നിമിഷം നമ്മൾ കടന്നു പോയാൽ ഒരുറപ്പില്ലല്ലോ നമുക്ക്. നമ്മൾ പല പേരുകൾ അതിനിട്ട് വിളിക്കും. ശ്വാസം മുട്ടാണ് അല്ലെ, പെട്ടെന്ന് മരണപ്പെട്ടാൽ ഹാർട്ട് അറ്റാക്ക് ആണ്. ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഔദാര്യം ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ, ഒരു നിമിഷത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിവെച്ചാൽ നമ്മൾ കഴിഞ്ഞു. പിന്നെ നമ്മുടെ പേരിന് പ്രാധാന്യമില്ല, പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യമില്ല, പിന്നെ നമ്മൾ ഡോക്ടറെ തലേന്ന് കാണിച്ചിട്ട് വാങ്ങിയ ആ റിപ്പോർട്ട് കാണിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു നൽകിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് ആ അള്ളാഹുവിനെ അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പണിയെടുത്തേ പറ്റൂ. അതിലൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. നമ്മൾ വലിയ തെറ്റുകാരാണ്, നമ്മൾ പാപികളാണ്. ആ ബോധം നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും തെറ്റുകളെ ഒരു നോർമലൈസ് ചെയ്യുന്ന തെറ്റുകളെ ഒരു നിസാരവൽക്കരിക്കുന്ന രൂപം നമ്മളിലുണ്ട്. കളവ് നമ്മൾ പറയും, മറ്റുള്ളവരെ കുറ്റം നമ്മൾ പറയും, മറ്റുള്ളവരുടെ മോശം കാര്യങ്ങൾ നമ്മൾ ഫിത്നയുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്തു കൂട്ടുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ ആലോചിക്കേണ്ട എന്താണെന്നറിയോ? ഈ കളവ് പറയുന്ന നാവ് ആര് നൽകിയതാ? ആ കളവ് പറയുമ്പോ
ആ നാവിൽ നിന്ന് ഓരോ വാക്കുകളും പുറത്തു വരാനുള്ള തൗഫീക്ക് നൽകിയത് അത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ, നിങ്ങളുടെ വാപ്പയുടെ കഴിവ് കൊണ്ടാണോ, നിങ്ങളുടെ ഉമ്മയുടെ കഴിവ് കൊണ്ടാണോ? അല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കഴിവ് കൊണ്ടാണോ? ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതുകൊണ്ട് മാത്രം. കളവ് പറയാൻ ഒന്നാന്റെ തൗഫീക്ക് വേണം. നമ്മൾ ബലഹീനരാണെന്ന് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം, ഇല്ലാതെ കഴിയില്ല നമുക്ക്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഒരു ഉദാഹരണം മാത്രം ചിന്തിച്ചാൽ പോരെ. നമ്മളുടെ മക്കൾ നമ്മൾ പോറ്റി, നമ്മൾ വളർത്തി, നമ്മൾ വലുതാക്കിയ നമ്മുടെ മക്കള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിന് എത്ര വല്ലാതെ അലട്ടുന്നുണ്ട്, അത് മറക്കാൻ നമുക്ക് കഴിയണില്ല. വീണ്ടും അവർ ആ തെറ്റ് ആവർത്തിക്കുമ്പോ നമ്മൾ തകർന്നു പോകുന്നില്ലേ? വീണ്ടും അവർ ആ തെറ്റ് ആവർത്തിക്കുമ്പോ മടുത്തു പോകുന്നില്ലേ? നമ്മൾ പറയുന്നില്ലേ, ഇനി നീ എന്റെ അടുത്ത് പൊരുത്തം വാങ്ങാൻ വരണ്ട, ഇനി നീ എന്നോട് പൊറുക്കാൻ ചോദിക്കണ്ട. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യവാനാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അവൻ എത്ര രൂപത്തിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? റമളാനിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമയെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ഇഷ്ടമല്ല. നമ്മൾ ആരും നരകത്തിലേക്ക് പോകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ മുന്നിൽ അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു പാപങ്ങളിൽ നിന്ന് മുക്തമാകാൻ. പാപങ്ങൾ ഞാൻ പുറത്തു തരാൻ തയ്യാറാണ്, നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നത്. അള്ളാഹു ഓരോ വഴികൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുമ്പോ അതൊന്നും തിരിഞ്ഞു നോക്കാതെ, അതിനോടൊക്കെ ഒരു വല്ലാത്ത സ്വഭാവം, വല്ലാത്ത നമ്മുടെ രീതികൾ കാണിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞാൽ ആലോചിക്കുക, നമ്മൾ എത്ര നന്ദിയില്ലാത്തവരാണ്. ഇന്നൽ ഇൻസാന ലവലൂമുൻ കഫാർ. മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്ത വർഗ്ഗാണെന്ന് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാ. കാരണം അള്ളാഹു നൽകിയതൊക്കെ വെച്ചിട്ട് അവൻ അള്ളാഹുവിനെതിരെ ചെയ്യുകയാണ്. വിശ്വാസികളായി നമ്മൾ തൗബ ചെയ്തുകൊണ്ടായിരിക്കണം റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. പാപമുക്തരായിക്കൊണ്ടായിരിക്കണം റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മുടെ പാപക്കറകൾ നമ്മൾ മായ്ക്കണം. തെറ്റ് ചെയ്യാത്തവരാരാ? നമ്മളൊക്കെ പാപികളാ. ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ ഈ ജീവിതം ഒന്ന്, ഈ ഒരു ദിവസം നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തു, എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു, അതിലെത്ര തെറ്റാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ നമസ്കരിക്കും തോന്നിയതുപോലെ. എന്നിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ ഹൃദയ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അള്ളാഹുവിനെ തേടുമ്പോ, അള്ളാഹുവേ പാപിയായി ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്കൊന്ന് പുറത്തു താ പടച്ചോനെ, എനിക്ക് നീ ഒന്ന് പുറത്തു തരണേ പടച്ചോനെ. അള്ളാഹു പുറത്തു തരും. അവൻ കാരുണ്യവാനാണ്, അവൻ കരുണാനിധിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നമുക്ക് കഴിയണം. അതിലൂടെയാ സ്വർഗം, അതിലൂടെയാ സ്വർഗം. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് വസാരിഊ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും, വസാരിഊ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്നഹ്. നിങ്ങള് എന്റെ പാപമോചനത്തിലേക്ക് കടന്നു വാ, നിങ്ങൾ ഓടി വാ. എവിടത്തേക്ക് ആദ്യം ഓടി വരേണ്ടതെന്നറിയോ? ഇലാ മഗ്ഫിറ, മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ കടന്നു വാ. പിന്നെയോ എന്നിട്ട് എന്നിട്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. പാപമുക്തരാകണം നമ്മൾ, പാപക്കറകൾ മായ്ക്കണം നമ്മൾ. നമ്മുടെ ഓരോ അവയവങ്ങളും എടുത്തുകൊണ്ട് ഈ അവയവങ്ങൾ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് നന്മയാണോ തിന്മയാണോ എന്നൊരു പരിശോധന നടത്തിയാൽ ബോധ്യം ലഭിക്കും നമുക്ക് നമ്മൾ എത്രത്തോളം പാപികളാണ് എന്ന്. റമളാനിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മൾ പാപമുക്തരായിക്കൊണ്ടായിരിക്കണം പ്രവേശിക്കേണ്ടത്. മറ്റ് റമളാനിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റമളാൻ അത് ക്ഷമയുടെ മാസമാണ്.
അത് ക്ഷമിക്കേണ്ട മാസമാണ്. അത് സബർ കാണിക്കേണ്ട മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് പല പരീക്ഷണങ്ങളും നൽകും. അത് റമദാനിന് മുന്നേയുള്ള ഒരു ഒരുക്കം ക്ഷമിച്ചുകൊണ്ട് ആരംഭിക്കണം. എന്നാൽ റമദാൻ ഇതാ 2 ആഴ്ചയും കൂടിയുള്ളൂ, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ നമ്മുടെ ഹാല് മാറി, ഇന്ന് തന്നെ നമ്മുടെ സ്വഭാവം മാറി, ബാക്കിയുള്ള 11 മാസത്തിലും ഇല്ലാത്തൊരു ദേഷ്യമാണ് റമദാനിൽ നമുക്ക്. റമദാൻ വരുന്നുണ്ട്, ഇനി അത്താഴത്തിനൊരു കുഴപ്പം, നോമ്പ് തുറക്ക് കുഴപ്പം, രാത്രിക്ക് ഒരു കുഴപ്പം, തറാവീനൊരു കുഴപ്പം എന്ന് തുടങ്ങി ഇനി കുറെ കുഴപ്പവും പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇന്ന് ഹാല് മാറിയവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴാണ് ക്ഷമിക്കേണ്ടതെന്നറിയോ? പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമിക്കണം. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. വെറുതെ ഇരുന്ന് ക്ഷമിക്കാൻ ആയിരിക്കും സുഖമാണ്. രാവിലെ നല്ല ഭക്ഷണം കഴിച്ചു, നല്ല ആരോഗ്യമുണ്ട്, കൂടെയുള്ള ആളുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം കൊണ്ടും നല്ല സെറ്റിൽഡ് ആണ്, ഞാൻ ക്ഷമിക്കാണ്. അല്ല, നിങ്ങളിങ്ങനെ താലോലിച്ച് വളർത്തിയ നിങ്ങളുടെ മക്കളെ ഒരു നിമിഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥ വന്നേക്കാം. നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ സ്വന്തം എന്ന് കരുതുന്ന പല ആളുകളും രോഗം കൊണ്ട് കിടന്നുപോയേക്കാം. നിങ്ങൾ ഈ കാണുന്ന ആരോഗ്യം ഒരു നിമിഷം കൊണ്ട് അല്ലാഹു ഇല്ലാതാക്കിയേക്കാം. എന്നാലൊക്കെ ക്ഷമ, ഞാൻ അല്ലാഹുവിന്റെ അടിമയായ ഞാൻ ക്ഷമിക്കും. കാരണം എന്താണെന്നറിയോ? കാരണം ഞാൻ ക്ഷമിച്ചാൽ എന്റെ കൂടെ എന്റെ ഭർത്താവല്ല, എന്റെ മക്കളല്ല, എന്റെ കുടുംബമല്ല, എന്റെ വീടോ എന്റെ നാട്ടുകാരോ എന്റെ ചങ്ങാതിമാരോ ഒന്നും അല്ല എന്റെ കൂടെ ഉണ്ടാകുക. ആരെന്റെ കൂടെ ഉണ്ടാകുന്നറിയോ? നിശ്ചയമായിട്ടും അല്ലാഹു ഉണ്ടാകും. അത് വേറെ ആരും പറഞ്ഞതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു മഅസ്സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെ ഉണ്ടാകും. ജീവിതത്തിന്റെ ഏത് നിമിഷം നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ ചരിത്രങ്ങൾ പറയാറുണ്ട്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എന്ന് തുടങ്ങി നബിമാരുടെ ചരിത്രങ്ങൾ കേൾക്കാത്തവരല്ല നമ്മൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നപ്പോ, ഒരു തലവേദന വന്നപ്പോ, അല്ലെങ്കിൽ നമ്മുടെ പനി ഒന്ന് വന്നപ്പോ, അല്ലെങ്കിൽ ഒരു മുട്ടുവേദന, ഒരു നടുവേദന, ഒരു കാലുവേദന, അല്ലെങ്കിൽ കൈക്ക് ചെറിയൊരു കടച്ചല്, കണ്ണിന്റെ ഉള്ളിൽ ചെറിയൊരു പൊടി കയറി, ക്ഷമ അവലംബിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ റമദാനിലേക്ക് കടന്നു പോകുന്ന നമ്മൾ തയ്യാറായിട്ടില്ല. റമദാൻ എന്ന് പറയുന്നത് ക്ഷമിക്കേണ്ട മാസമാണ്. പലവിധ പരീക്ഷണങ്ങൾ ഉണ്ടാവും, പലവിധ വേദനകൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാ ക്ഷമിക്കേണ്ടത്. നമ്മളിങ്ങനെ ഉച്ചക്കാവുമ്പോഴത്തേക്ക് നമ്മളെ ഹാല് മാറി, തലവേദന ഇളകി, വയറുവേദന ഇളകി, ഇപ്പൊ എന്താ ചെയ്യാ, ഇനിയിപ്പോ ആരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, ദേഷ്യം പിടിച്ചിട്ടൊക്കെ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അടങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊന്നും ലഭിക്കാനില്ല. എന്നാൽ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അതിൽ എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവേ, നിന്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് ഞാനിതാ ക്ഷമിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കാരണം ആ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഖ്യ ശത്രുവായ, നമ്മുടെ പ്രത്യക്ഷ ശത്രുവായ ശൈത്താനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിച്ചിരിക്കുന്നു. എന്നാൽ നമ്മളോട് നമ്മൾ ചോദിക്കുക, എത്ര റമദാനുകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി? ആ ഏതെങ്കിലും ഒരു റമദാനിൽ ശൈത്താന്റെ ബുദ്ധിമുട്ട് എനിക്കില്ല, ശൈത്താനിയത്തിന്റെ വസ്വാസുകൾ എനിക്കില്ല എന്ന് അനുഭവിച്ച ഒരു റമദാൻ നമ്മളിൽ കടന്നുപോയിട്ടുണ്ടോ? ഒന്നും നമുക്കത് മനസ്സിലായിട്ടില്ല. ശൈത്താനെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും മനസ്സിലാകാത്ത ഒന്നാണ്. ശൈത്താനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചില ആളുകൾ എന്തായിട്ടുണ്ട്? ശൈത്താന്റെ ഏജന്റുമാരായിട്ടുണ്ട്. നമ്മൾ എന്തായിട്ടുണ്ട്? ശൈത്താന്റെ പടയാളികളായിട്ടുണ്ട്, ശൈത്താന്റെ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ശൈത്താന്റെ സൈന്യത്തിൽ ചേർന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ അപ്പോഴും ഉണ്ടാകും കുറേ തെറ്റുകൾ ചെയ്യാനുള്ള ആഗ്രഹം.
അത് ശൈത്താനെന്ന് വസ്വാസം ഉണ്ടാക്കുന്നില്ല. എന്നാലോ നമ്മുടെ മനസ്സും ആഗ്രഹങ്ങളും നിയന്ത്രിക്കാൻ കഴിയാതിരുന്നാൽ ഇഷ്ടപ്പെട്ടില്ലേ? എന്നിട്ട് പിന്നെ നമ്മൾ പറയാ ശൈത്താനെ ബന്ധിച്ചു പറഞ്ഞു, എനിക്കെല്ലാ ഇടങ്ങാറുണ്ടല്ലോ, ബാക്കിയുള്ള മാസത്തിനേക്കാൾ ഇടങ്ങാറ് റമദാനിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനെ പറയണ്ട. നമ്മളെ പറഞ്ഞാൽ മതി, നമ്മൾ ശൈത്താന്മാരായിട്ടുണ്ടോ? അതെങ്ങനെ പരിശോധിക്കണം? കഴിഞ്ഞ റമദാനുകൾ നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ കുറച്ച് എളുപ്പമാണ്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു റമദാൻ കഴിഞ്ഞ അടുത്ത റമദാനാകാൻ എത്രയോ വലിയ ദൂരം അനുഭവപ്പെടുന്നവരാണ് നമ്മള്. എന്നാൽ ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഈ റമദാനിലേക്ക് എത്തിയപ്പോ കുറെ കാലം പോയവരൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട് ഓരോ ദിവസവും കടന്നുപോയത് എങ്ങനെയാണ് എന്ന്. ആ ബോധ്യം വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, എങ്ങനെ ശൈത്താനിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കും, എങ്ങനെ ആ ശൈത്താനിയത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ഒറ്റൊരു പരിശോധന മതി. ഞാൻ ശൈത്താനാണോ? ഞാൻ പോകുന്ന ഇടങ്ങളിൽ ഞാൻ ഫിത്നയാണോ ഉണ്ടാക്കാറ്? ഞാൻ ഇടപെടുന്ന മേഖലകളിൽ നന്മകളില്ലാതെയാകുന്നുണ്ടോ? ഞാൻ ഇടപെടുന്ന മേഖലകളിൽ ആളുകൾ തെറ്റിപ്പിരിയുന്നുണ്ടോ? ഞാൻ ഇടപെടുന്ന മേഖലകളിൽ അവിടെ തെറ്റുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നുണ്ടോ? മനസ്സിലാക്കുക, ശൈത്താനായിട്ടുണ്ട്. മനസ്സിലാക്കണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, വെറുതെ പ്രസംഗം കേട്ടിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. പ്രസംഗം കേട്ടിട്ട് വെറുതെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. പറയാനേ പറ്റുള്ളൂ 1 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നോന്ന്. എന്നാൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ചിന്തിച്ചാലോചിച്ച് ഒരു റിസൾട്ട് നമ്മൾ ഉണ്ടാക്കണം, അല്ലെ? ഒരു ചെക്കപ്പ് നിങ്ങൾ കാണല്ലേ, ഇപ്പൊ ഓരോ ഹെൽത്ത് സെന്ററിൽ പോയാലും അല്ലെ, 500 രൂപയ്ക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ലാ വിധത്തിലുള്ള ഒരു ചെക്കപ്പ് അല്ലെ. നമുക്ക് ഇടയ്ക്കൊന്ന് ചെയ്താൽ സമാധാനമാണ് ആ റിസൾട്ട് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഇടയ്ക്ക് നമ്മൾ ഒരു ചെക്കപ്പ് നടത്തണം. ആ ചെക്കപ്പിൽ നമ്മളെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? എന്റെ ശരീരത്തിന്റെ ഏതൊക്കെ അവയവങ്ങളാണ് തെറ്റിൽ വല്ലാതെ കുമിഞ്ഞു കൂടുന്നത്? ഓരോ അവയവവും പരിശോധിച്ചോട്ടെ, ഓരോ അവയവവും ചെക്കപ്പ് ചെയ്യാം. അത് മാപ്പിളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, മക്കളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, വേറെ ആർക്കോ ചെയ്യാൻ കഴിയും. അത് ആർക്കേ കഴിയുള്ളൂ? നമുക്ക് മാത്രമേ നമ്മളെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ചെക്കപ്പ് നടത്തുന്നതിന് നമുക്കെന്താ? നമ്മളിൽ വന്നുപോയത് യഥാർത്ഥത്തിൽ തെറ്റുകളുടെ ഒരു വലിയ കൂമ്പാരം നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം. നമ്മളതൊന്ന് നിർത്താൻ നോക്കിയാലും ഈ ഫാൻ ഓഫ് ആകുന്ന പോലെയാണ്, ഫാൻ ഓഫ് ആക്കിയത് പോലെയാണ്. എങ്ങനെ? ഒറ്റയടിക്കൊന്നും അങ്ങനെ നിൽക്കൂല. എങ്ങനെ നിൽക്കുള്ളൂ? മെല്ലെ 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 നിൽക്കും. നിന്ന് നമുക്ക് ചൂടെടുക്കും. മെല്ലെ മെല്ലെ നിൽക്കും അല്ലെ? ആ മെല്ലെ സ്ലോ ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതങ്ങ് നിന്നാൽ പിന്നെന്താവും? നമ്മുടെ ഹാലിങ്ങനെ മാറും. വീണ്ടും ഓണാക്കും. ഇല്ലാതെ നമ്മളെ കയ്യിലല്ലേ. നമ്മൾ ചില ആളുകൾ പറയില്ലേ, ഫാന്റെ സൗണ്ടെങ്കിലും കേൾക്കണം. അതുപോലെയാണ്, തെറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നും ചെയ്യാനുള്ള നിൽക്കാൻ കഴിയില്ല. നമ്മളിടയ്ക്ക് ചില ആളുകൾ നമ്മൾ തന്നെ പറയാറുണ്ട്, എന്താ തമാശയായിട്ട് പറയാറുണ്ട്, ഞാൻ ഇന്നു മുതൽ നന്നായി, ഞാൻ ഈ നിമിഷം മുതൽ നന്നായി, ഇനി എന്നെ ആരും ഒന്നിനും വിളിക്കണ്ടേ, ഇനി എന്നെ കുറ്റം പറയാനോ എന്നെ വിളിക്കണ്ട, ഞാൻ ഗ്രൂപ്പ് നല്ലല്ലേ. റമദാന് മുന്നുള്ള ഒരു പരിപാടിയാണ്, എല്ലാ കുറ്റം പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആകുക, ലെഫ്റ്റ് അടിച്ചു പോവുക. എന്നിട്ടോ റമദാന് പെരുന്നാളായാൽ അന്ന് സുബീക്ക് അല്ലെ, അല്ലെങ്കിൽ മാസം കണ്ട ആ സമയത്ത് ഇന്നൊന്ന് ഏടാക്കോ ഗ്രൂപ്പില്, നാളെ എല്ലാരും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട ഫോട്ടോ ഒക്കെ കാണണ്ടേ, ഇന്നൊന്ന് ഗ്രൂപ്പിൽ ഏടാക്കോ. പെരുന്നാൾ ഡ്രസ്സ് കാണാനാണോ പിന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് കയറുന്നത്? അല്ല. റമദാന്റെ മുന്നേ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ചങ്ങാത്തൊക്കെ നമ്മൾ ഒഴിവാക്കും. റമദാൻ കഴിഞ്ഞാൽ ആയിഷ് വന്നോളി, വെറുതെ ഒരു മാസം തെറ്റിയൊന്നില്ലേ. ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ റമദാനിൽ നമ്മളുടെ പാപങ്ങൾ പൊറുക്കാൻ നിരവധി അവസരങ്ങളുണ്ട്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഫിൽട്ടർ ചെയ്തിട്ടില്ല. ചില ആളുകൾ പറയാം റമദാനിന്റെ ആദ്യത്തെ 10 അത് റഹ്മത്തിന്റെയാണ്, രണ്ടാമത്തേത് എന്താണ് മഗ്ഫിറത്തിന്റെയാണ്, മൂന്നാമത്തേത് എന്താണ് നരകത്തിൽ നിന്ന് എന്താ പറയാ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയും. അല്ല, അങ്ങനെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. റമദാനിന്റെ എല്ലാ ദിവസവും റഹ്മത്താണ്, മഗ്ഫിറത്താണ്, അത് പാപമോചനം നേടിയെടുക്കാനുള്ളതാണ്, അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് റമദാനുള്ള എല്ലാ ദിവസവും. രൂപത്തിൽ നമ്മൾ അറിയണം അല്ലെ. നമ്മൾ ആദ്യം പഠിച്ച ദുആയിലുണ്ട് എന്താണ്? നോമ്പുകാരാക്കണമേ,
ആ നോമ്പ് എങ്ങനെ എടുക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ ആഗ്രഹിച്ചെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ആ നോമ്പെടുത്താലുള്ള ഉപകാരം? നമ്മുടെ മുൻകഴിഞ്ഞു പോയ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, കഴിഞ്ഞ റമദാനിൽ ഞാൻ എടുത്ത നോമ്പ് കൊണ്ട് എന്റെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു പാപം പൊറുക്കുന്ന രൂപത്തിലുള്ള നോമ്പായിരുന്നു അത്. എന്നിട്ട് ഈ റമദാനിലേക്ക് കടന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? റമദാനിൽ കഴിഞ്ഞ റമദാൻ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയോ പാകപ്പിഴവുകളുണ്ട്. വിചാരിച്ച പോലൊന്നും നോമ്പ് നോക്കാൻ കഴിഞ്ഞിട്ടില്ല, വിചാരിച്ച പോലൊന്നും തറാവിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, വിചാരിച്ച പോലൊന്നും ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് മനസ്സിലാക്കാം? കഴിഞ്ഞ റമദാൻ നമ്മൾ ഒരുങ്ങിയ ഒരുക്കം അത് മതിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റമദാൻ എന്റെ മുന്നിലേക്ക് വരുമ്പോ കൂടുതൽ ഞാൻ ഒരുങ്ങേണ്ടതുണ്ട്, കൂടുതൽ ഞാൻ സജ്ജരാകേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തർക്കും വളരെ വ്യക്തമായ ബോധ്യമുണ്ടാകണം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ കാര്യം എന്താ? അത് ലൈലത്തുൽ ഖദറാണ്. അത് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ രാത്രിയെ പറ്റിയിട്ടാണ്. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? 1000 മാസം ചെയ്യുന്ന ഒരു ഇബാദത്ത് ചെയ്താൽ 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര? 83 വർഷം. 83 വർഷം നമ്മൾ ആ ഇബാദത്ത് ചെയ്ത പ്രതിഫലം. ഇത് കേട്ടിട്ട് പോകണ്ടേ? ശ്രദ്ധിച്ചു കേൾക്കണേ എല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ പ്രായപരിധി പറഞ്ഞത് എത്രയാ? നിങ്ങൾ പറയും എത്രയാ? 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് പറഞ്ഞത് അല്ലെ. 70 കിട്ടിയെന്ന് കൂട്ട്. എന്നാലും എത്ര എക്സ്ട്രായി? 13 അല്ലേ? എന്നാലും എത്രയായി? 13 എക്സ്ട്രാ കിട്ടി. ഒരു ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിച്ചാൽ എത്ര റമദാൻ നമ്മൾ കഴിച്ചു കൂട്ടിയില്ലേ? ഒരു 10 ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തിനാ ഈ 10ലേക്ക് പോകുന്നേ? ഒരു ലൈലത്തുൽ ഖദർ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല നമുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി നമ്മൾ പറഞ്ഞാൽ 83 വർഷം സുബ്ഹാനല്ലാഹ് പറഞ്ഞ മനുഷ്യന്മാരായി. അതിലും വലിയൊരു ഓഫർ ഇനി വേറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പേരറിയില്ല ഇവിടുത്തെ, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഓഫർ ഇടാന്ന് ചെയ്തേക്കുക. എല്ലാത്തിനും പകുതി വില. രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കും. 9 മണിക്ക് തുറക്കും, 9:05 അടത്തണം. വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു, ഇന്ന് വ്യാഴാഴ്ച ആണല്ലേ, യാ റബ്ബി ഞാൻ മറന്നുപോയി. ഒറ്റ ഓട്ട. ഒരാവേശം തന്നെ ആയിരിക്കും അല്ലേ? ആ ഓഫർ എങ്ങാനും ഞാൻ നഷ്ടപ്പെടുത്തിയാൽ നമ്മളിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ നോക്കും, അന്നേരം ഉണ്ടാവും 1000ന്റെ സാധനം 200. ഇതൊന്ന് വാങ്ങിത്തരുവങ്ങള് അല്ലെ, വേഗം ഓർഡർ ചെയ്യും. ഓഫർ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കയ്യിൽ ഇങ്ങനെ പറയളകും. ഓഫർ നഷ്ടപ്പെടുത്താനാ. ഒരു ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ വലിയ ഓഫർ ആയിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. പിറ്റേന്ന് അയൽവാസി പറയാണ്, നീ അറിഞ്ഞിട്ടില്ല, ഞാൻ 1 മാസത്തെ സാധനം വാങ്ങി വെച്ച്, നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോഴോട്ട് പോയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് നോക്കൂല, നിങ്ങളൊന്നും അറിയില്ല, നിങ്ങൾ എന്തിനാ കൊള്ളുക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മളെ ഹാലളകും. എന്നാൽ നമ്മളൊരു ഇബാദത്ത് ചെയ്താൽ 83 വർഷം ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം നിൽക്കുമോ? ശരി. ഇതാ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എത്രത്തോളം എന്ന് പറയട്ടെ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ നിമിഷം നിങ്ങൾ എന്താ പറയാ, ലാസ്റ്റ് 10 അവസാനത്തെ 10 എന്താ പറയാ, എഴുത്തിക്കാത്തിരിക്കുന്നതിനെ പറ്റി പറഞ്ഞോക്ക്. ഇപ്പൊ ക്ഷീണാവും. ഇനി തറാവിക്ക് എന്ന് പറഞ്ഞോക്ക് അതിനേക്കാൾ ക്ഷീണം ഉണ്ടാവും. കാരണം എന്താ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള രാത്രിയുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ആ പള്ളിയത്തെ അടുത്തുള്ള പള്ളി തോത്ത് വലിയ പോരാ, അതുകൊണ്ട് വീട്ടിൽ നമസ്കരിക്കാം. അതിനേക്കാൾ അപ്പുറം പോണെന്നല്ല, എന്ത് ചെയ്യാ, വീട്ടിൽ നമസ്കരിക്കാൻ. തറാവി 11 സുന്നത്തല്ലേ, ബന്ധമൊന്നുമില്ല. കഴിഞ്ഞ നോമ്പ് പോലൊന്നല്ലോ, വയസ്സൊക്കെ ഒന്നും കൂടിയില്ലേ. 39 ആയിരുന്നു കഴിഞ്ഞോലെ, ഇപ്പൊ 40 45 ആയിരുന്നു കഴിഞ്ഞോലെ, ഇപ്പൊ എന്താ പറയാ 46 50 60 സുന്നത്തല്ലേ എന്ന് പറയുന്ന ചിന്തിക്കുന്ന നമുക്ക് എങ്ങനെ കിട്ടുക ഈ ലൈലത്തുൽ ഖദർ?
നന്മ ആഗ്രഹിക്കാത്തവരാണ് നമ്മൾ, തിന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, തിന്മയോട് വെറുപ്പില്ലാത്ത ആളുകളാണ് നമ്മള്. ഈ നമ്മൾ എങ്ങനെ ലൈലത്തുൽ ഖദർ ലഭിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ലൈലത്തുൽ ഖദറാ. അതുപോലൊരു ഓഫർ വേറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ കലാം, അവന്റെ വജഹ് ആഗ്രഹിച്ചുകൊണ്ട് ഒരായത്ത് ഓതിയാൽ 83 വർഷം പാരായണം ചെയ്ത പ്രതിഫലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇന്നൊരു രാത്രി 1:30 എന്താ പറയാ, ഒരു കൂരിരുട്ടിൽ ഒരു കാട്ടിൽ ഇത്രാമത്തെ മരത്തിൽ, ആ മരത്തിന്റെ ഇത്രാമത്തെ കൊമ്പിൽ നിങ്ങൾ പോയിട്ട് ഒരു 100 രൂപ കെട്ടിയിട്ടാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ ഇട്ടു വിചാരിക്കുക. ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത്? ഒരു കാട്ടിൽ ഒരു മരം, അതിന്റെ ഒരു കൊമ്പ്, അതിൽ പോയിട്ട് നിങ്ങളൊരു സാധനം കെട്ടിയിട്ടാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും 1,00,000 രൂപ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ആ മരം പോയിട്ട് അതിന്റെ പൊടി ഉണ്ടാവും, നമ്മളെ ഹെലികോപ്റ്റർ വിളിച്ചിട്ട് പോകും അതിന്റെ കൊണ്ടേക്ക്. അങ്ങനെയുള്ള മെന്റാലിറ്റി നമുക്കുണ്ട്. എന്തിന്റെ വിഷയത്തിൽ? ഈ ദുനിയാവിൽ സുഖം ലഭിക്കുന്നതിന്റെ വിഷയത്തിൽ. ഈ ദുനിയാവിൽ കുറെ നല്ല നല്ല ദുനിയാവിപരമായ കാര്യങ്ങൾ ലഭിക്കുന്നതിൽ. എന്നാൽ നമ്മുടെ മൂഡ് പോകുന്നത് എവിടുന്ന? നന്മകൾ നൽകാൻ ആർക്കുമാണ് നിങ്ങൾ നന്മ? ഇപ്പോഴും നമുക്ക് തറാവീഹിനെ പറ്റി ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല, എത്തികാഫിനെ പറ്റി ആലോചിക്കാനേ കഴിയുന്നില്ല. ഇനി തറാവീഹിന് എത്തിയവർക്ക് കുറച്ച് ആളുകളുണ്ട്, നേതാക്കന്മാര്, അവര് നിസ്കരിക്കൊന്നുമില്ല, ബാക്കിൽ ഇങ്ങനെ കാല് നീട്ടി ഇങ്ങനെ ചാരി. നമ്മൾ ആലോചിക്കണോ? നമ്മളതിലുണ്ടോന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെ നീട്ടിയിരിക്കും. കുട്ടികളോട് നിസ്കരിക്കടാ, നിസ്കരിക്കടാ, നീ എന്നിട്ട് ബാക്കോട് തിരിഞ്ഞു കളിക്കണം. താത്ത നിങ്ങൾക്ക് നിസ്കരിക്കണ്ടേ എന്ന് ചോദിക്കല്ലേ? ഞാൻ ദിക്കറിലാണ്, ഞാൻ ഖുർആനിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത്, നന്മകളിൽ നമ്മൾ ഉണ്ടാവണം, നന്മകളോട് അതിയായ ആഗ്രഹം ഉണ്ടാകണം. പിന്നെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള തറാവീന്റേതാകട്ടെ ഇഅ്തികാഫിന്റേതാകട്ടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പോകുന്നത് നമസ്കരിക്കാനല്ല. നമ്മളൊരു 8 മണിയാകുമ്പോൾ വിളിക്കും, അസ്സലാമു അലൈക്കും, നീ വരുന്നുണ്ടാ? ഇല്ല ഞാൻ വരുന്നില്ല. ആ എന്നാ ഇന്ന് പോണ്ട, ഇന്ന് പെരുക്കുന്ന തറാവി. എന്താ? ഓള് വന്നിട്ടില്ല. എന്നാ ഇതിനു മുന്നേ ഒരാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു, വലിയ കല്യാണാണ്, വിളിച്ചു, വരുന്നില്ല. പണി നോക്ക്, ഞാൻ പോയിട്ട് തിന്ന. എന്നിട്ട് നമ്മള് വന്നിട്ട് മാപ്പ് പറയും, പോയിട്ടില്ലാലാ, എന്തൊരു നഷ്ടാണ്. നമ്മള് തറാവീഹിന് പോകുന്നത് ആളുകൾ കൂടുണ്ടാകുന്നത് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ തറാവീഹിന് പോകുന്ന വഴിക്ക് റോട്ടിലുള്ള പലതും വാങ്ങി തിന്നണമെന്നുള്ള ലക്ഷ്യത്തിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പോകുന്നത് ഞാൻ ആ പള്ളിയുടെ കാര്യമായ ആളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ, നമ്മൾ പോകുന്നത് അവിടുത്തെ എസിക്ക് നല്ല തണുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കൂല നമ്മൾ ചെയ്യുന്നത്. എഴുത്തിക്കാഫ് എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധമാണ് ചില പള്ളിയിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറയുന്ന കേട്ടത് കുഴപ്പമാണ്. ഒരു ദിവസം രാത്രി എഴുത്തിക്കാഫിരുന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് കസേര എടുത്തെറിയും, അതെടുത്തെറിയും. 1ാമത്തെ സഫിനടി, 2ാമത്തെ സഫിനടി. ഇരിക്കുന്ന ആൾ ഒരു ടീം, എന്താ പറയാ നിന്ന് നമസ്കരിക്കുന്ന ആൾ ഒരു ടീം, ഇങ്ങനെയൊക്കെയാണ് അടി. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന നമ്മൾ ആലോചിക്കണം. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ നന്മ തേടേണ്ട, അള്ളാഹു നൽകുന്ന നന്മകൾ നേടിയെടുക്കേണ്ട സമയത്ത് ഗുസ്തി പിടിക്കുക, അടിയുണ്ടാക്കുക. ഞാൻ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത്, നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാകണം. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 5-6 ചങ്ങായിമാരിങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞ് തീർത്താൽ ഒരു ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടൂല. നമ്മളിങ്ങനെ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞിട്ട് കുറെ ഗ്യാങ്ങുകളാണ് അല്ലെ. നമ്മുടെ മക്കളുടെ ഒരു ടീം മൂലക്ക്, നമ്മുടെ ടീം ഒരു മൂലക്ക്, ഓരോ ഏജ് ഡിഫറൻസ് വെച്ചിട്ട് ഇങ്ങനെ ടീം ഉണ്ടാകും. ഇന്നെന്താക്കിയേ ഉറക്കാന് അല്ലെ, അത്താഴത്തിന് എന്താക്കിയേ? എഴുത്തിക്കാഫിന് ഒന്നുകൊണ്ട് അത്താഴം ഒന്നാക്കിയിട്ടൊന്നും എന്താ വെച്ചാൽ ആയിക്കോട്ടെ, എല്ലാരോടും ഓരോ പള്ളിയിൽ പോകാൻ പറഞ്ഞു. നല്ല നല്ല ഫുഡ് കിട്ടുന്ന പള്ളിയിൽ തന്നെ നോക്കി പോയിക്കോന്ന് എല്ലാരോടും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയുന്നത് അത് ഈ ദുനിയവിപരമായ ഒരുക്കല, ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി പരിശോധിച്ചാൽ കുറേ ഫുഡിന്റെ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ചാൽ കുറേ സേവ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താ? 3 മിനിറ്റ് കൊണ്ട് കടി ഉണ്ടാക്കാം. 3 മിനിറ്റ് കൊണ്ട് കടി. റമളാനിൽ തീരെ സമയമില്ല. ഈ 3 മിനിറ്റ് കൊണ്ട് കടി ഉണ്ടാക്കാം എന്ന് പറയുന്ന ആ വീഡിയോ നമ്മൾ കാണുന്നത് 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ബാക്കിയുള്ള സമയമൊക്കെ അമൽ ചെയ്യാനാണോ? അല്ല, വലിയ വലിയ കാര്യങ്ങൾ അപ്പുറം വേറെയും ഉണ്ട്. എന്ത്? ഉണ്ടാക്കി കൂട്ടാൻ അല്ലേ?
നമ്മളൊക്കെ ഒരു സീസൺ തന്നെയല്ലേ. പിന്നെയുള്ള ഏറ്റവും വലിയ ഗൗരവപരമായ ഒരു വിഷയം പറഞ്ഞുതരാം. ലൈലത്തുൽ ഖദ്ർ കിട്ടാതിരിക്കാനുള്ള കാരണം ഞാൻ പറയുന്നത്, നമ്മളെല്ലാരും റമദാനിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞുള്ള ഒരു രാത്രിയില്ലേ, അതല്ല. പിന്നെയോ കുടുംബത്തിൽ നോമ്പ് തുറ വെക്കണം. എത്ര ആളുകളെ വിളിക്കണം? കഴിഞ്ഞ പ്രാവശ്യം മറ്റോളാണ് ആക്കിയത്, 15 കടി ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ 20 കടിയിലേക്ക് എത്തിക്കണം. മൂത്താപ്പയും മൂത്തുമ്മയിലും നല്ല അഭിപ്രായം എന്നെ പറയണം. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ നോമ്പ് തുറ എന്റെ വീട്ടിലാകണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നോമ്പ് തുറ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ കരുതി എന്തൊക്കെയോ കൊടുക്കേണ്ടി വരും, കുറെ മാംസവും മന്തിയും ഇതൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് കരുതി. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്തൊന്നുമില്ല, നോമ്പ് തുറപ്പിക്കാൻ നമ്മുടെ അടുത്തൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറെയൊന്നും വേണ്ട, ഒരു ഈത്തപ്പഴം മതി, കുറച്ച് വെള്ളം മതി, കുറച്ച് പാല് മതി, അങ്ങനെ നീ നോമ്പ് തുറപ്പിച്ചാ മതി. നമ്മള് നോമ്പ് തുറപ്പിച്ചിട്ട് ശിക്ഷ വാങ്ങി കൂട്ടുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. പറഞ്ഞു വരുന്നതിന്റെ ആകത്തുക റമളാൻ വരുന്നു എല്ലാം ഒഴിവാക്കുക എന്നല്ല, മറിച്ച് നന്മയിൽ പരിപൂർണമായി കടന്നു പോകുന്ന അവസ്ഥയിലാകണം ഞാൻ 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 എന്നുള്ള ചിന്ത നമ്മളിൽ യഥാസമയം ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകാൻ കഴിഞ്ഞാലാണ് ഈ റമളാനിലുള്ള എല്ലാ നന്മകളും വാരിക്കൂട്ടുന്ന അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളിൽ ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുക. ഈ റമളാനിലേക്ക് നമ്മൾ എത്തിയാൽ, അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകിയാൽ, ഏറ്റവും കൂടുതൽ തിടുക്കം കൂട്ടേണ്ടത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നന്മകൾക്ക് വേണ്ടിയിട്ടാകണം. ആ നന്മകളിലേക്ക് കടന്നു പോകണമെങ്കിൽ എന്തുണ്ടാകണം? നന്മ ചെയ്യാനുള്ള അതിയായ ആഗ്രഹം. എന്നാൽ നമ്മളൊന്ന് നോക്ക്, നമുക്ക് എന്തിനാ താല്പര്യം? നമുക്ക് എന്തിനോടാ ആഗ്രഹം? നന്മകളുടെ എണ്ണവും നന്മകളുടെ വലുപ്പവും സ്വർഗത്തിന്റെ ആ ഭംഗിയൊന്നും പറയുമ്പോ നമുക്കൊന്നും തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലും തോന്നണമെങ്കിൽ ദുനിയാവ് പറയണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ദുനിയാവ് ലഭിക്കണം, അല്ലേ? അതുകൊണ്ടാണ് ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോ ഒരു മുഖവും കല്യാണ വീട്ടിൽ പോകുമ്പോ വേറൊരു മുഖമായത്. ഖുർആൻ ക്ലാസ്സിൽ ലഭിക്കുക എന്താ? നന്മകളാണ്. കല്യാണ വീട്ടിലോ ഫുഡ് ലഭിക്കും, അല്ലെ? അതിന്റെ കൂടെ വേറെ എന്തൊക്കെയോ മസാലൊക്കെ ലഭിക്കും. നമ്മുടെ ഈ മെന്റാലിറ്റി മാറണം. നന്മയോട് ആഗ്രഹമില്ലാത്ത ഹൃദയമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മൾക്കുള്ളതെല്ലാം നൽകിയത് അവന് വേണ്ടി നന്മ ചെയ്യാനാണ്, അവന് വേണ്ടി പ്രവർത്തിക്കാനാണ്, അവന് വേണ്ടി ജീവിക്കാനാണ്. ഇതൊക്കെ നൽകിയിട്ട് തിന്മയോടാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, അല്ല തിന്മയോടൊരു ദേഷ്യം, ഒരു വെറുപ്പ് നമുക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മോശപ്പെട്ട ആളുകളാണ്. നമ്മൾ ഇന്ന്, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചു. എന്തിനാ? ഞാൻ എപ്പോഴും ഒരു വെൽ ഡ്രസ്ഡ് ആകണം, നല്ല ഡ്രസ്സ് ഞാൻ ധരിക്കണം, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാകണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വൃത്തിയിൽ ശ്രദ്ധിക്കും. എന്തിനാണ്? ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്ത് ചെയ്യരുത്? ഒന്നും വിചാരിക്കാൻ പാടില്ല, ബാക്കിയുള്ളവരൊന്നും വിചാരിക്കാൻ പാടില്ല എന്ന ചിന്തയുള്ള നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നോക്കുമ്പോ, എന്നെ കാണുമ്പോ, അവൻ എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ കരുതുക? ആ പോയിന്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോഴാണ് നന്മയിൽ നമ്മൾ ആഗ്രഹമുണ്ടാകുക. ആഗ്രഹത്തോടു കൂടി ആ നന്മയിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു നമ്മളെ നോക്കുമ്പോ അല്ലാഹുവിനെ, അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന അവന്റെ ഒരടിമയായി ട്ടാണോ അല്ലാഹു എന്നെ കാണുക എന്ന് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഈ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഈ ചിന്തയൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ ലാഭം എന്നല്ല, നിർബന്ധമാണ്. നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡും, നമ്മുടെ ഈ ദേഷ്യവും, നമ്മുടെ ഈ അഹങ്കാരവും, നമ്മുടെ ഈ പെരുമയും ഒക്കെ തീരും. മലായിക്കത്തുകൾ അങ്ങ് ഇറങ്ങി വരുമ്പോ നമ്മുടെ റൂഹൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ അന്നൊരഹങ്കാരം ഉണ്ടാവൂല.
അന്നൊരു പെരുമയും ഉണ്ടാകൂല. കേട് പറയും, യാ വൈലത്തനാ എൻ്റെ റബ്ബേ, കുറച്ച് സമയം തരോ. കല്യാണ വീട്ടിൽ പോകാനല്ല, ബാക്കിയുള്ളവരോട് ഐബത്തും നമീമത്തും പറയാനല്ല, തെറ്റ് ഹറാമ് കാണാനും കേൾക്കാനും അല്ല റബ്ബേ, കുറച്ചൊരു നിമിഷം താ പടച്ചോനെ, ഒരു നന്മ ചെയ്യാൻ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു നോമ്പ് നോക്കാൻ, അല്ലാഹുവേ നിനക്ക് വേണ്ടി കുറച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ. നന്മയെ ആഗ്രഹിക്കാത്തവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ നേടിയെടുക്കും? തിന്മയോട് വിരോധമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശൈത്താൻ നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന വസ്വാസുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും? ഈ 2 പോയിന്റ് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചൊന്ന് ഇരുത്തി ആലോചിച്ചാൽ ഇതിനൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കും. കാരണം ഒരു നന്മയെയും നമ്മൾ വില കുറച്ച് കാണരുത്. നമ്മുടെ ഒരു സ്വഭാവമാണ്, സുന്നത്തല്ലേ. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും നോമ്പാണല്ലോ ഫർളാക്കിയത്, ബാക്കി ഈ പറയുന്നതൊക്കെ സുന്നത്തല്ലേ. എന്താണ് സഹോദരന്മാരെ സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്യാൻ പറഞ്ഞതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കഴിഞ്ഞാൽ, അല്ലാഹു കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉമറേ, അങ്ങനെയല്ല, നീ നിന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നവനാകണം. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അങ്ങനെ ആകണം. നമ്മുടെ മക്കളെ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിനക്ക് ഏറ്റവും ഇഷ്ടാരെയാണ് അല്ലാഹു എന്ന് പറ, അതിനുശേഷം ഏറ്റവും ഇഷ്ടാരെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ. എന്നാൽ എന്തുകൊണ്ട് ആ കുട്ടി പിന്നീട് വളർന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് നിനക്ക് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു ആണ് എന്ന് പറയാത്തവരായി നമ്മൾ മാറിയത്, നമ്മുടെ മക്കള് മാറിയത്. അതിനുശേഷം ഏറ്റവും സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് എന്താ നമ്മൾ പഠിപ്പിക്കാത്തത്? വാപ്പയോടാണോ ഉമ്മയോടാണോ ഏറ്റവും ഇഷ്ടം എന്ന് എത്രയോ തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പറ്റി നമ്മളോടും നമ്മുടെ മക്കളോടും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും നമ്മൾ ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മരുഭൂമിയിൽ യാത്ര ചെയ്യാൻ, വല്ലാത്ത വിശപ്പ്, വല്ലാത്ത ദാഹം, ഒന്നും കുടിക്കാൻ കിട്ടണില്ല, തിന്നാൻ കിട്ടണില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് എന്റെ ദാഹത്തിന്റെ ആ ഒരു കഷ്ടത്തെക്കാൾ, എനിക്ക് എന്റെ വിശപ്പ് എന്ന് പറയുന്ന ആ വലിയ സംഭവത്തെക്കാൾ, ആ കാര്യത്തെക്കാൾ എന്റെ വേദന എന്താണെന്നറിയോ? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിച്ചു വലയുന്നുണ്ട്, എന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നു നിൽക്കുന്നുണ്ട്. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ വിശ്വാസികളായ നമുക്ക് പാഠമുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്ന ദിനങ്ങളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. 4 റൊട്ടി ഉണ്ടാക്കി. അലി റളിയല്ലാഹു അൻഹു 4 റൊട്ടി ഉണ്ടാക്കണ മാവ് കൊടുത്തു. നമ്മൾ പറയും ഒരു 4 റൊട്ടി വലിയ സംഭവമാണോ? ആണ്. അലി റളിയല്ലാഹു അൻഹു രാവിലെ ഇറങ്ങും, എന്തെടുത്തിട്ട്? ഒരു കൈക്കോട്ട് എടുത്തിട്ട് ഇറങ്ങും. ഓരോ വീട്ടിലും കയറിയിട്ട് ചോദിക്കും, എന്തെങ്കിലും ജോലിയുണ്ടോ? കിട്ടി. ഒരു ദിവസം 4 റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് കൊണ്ടു കൊടുത്തു. 4 റൊട്ടി ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ റൊട്ടി മകൻ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ, ഇവർക്ക് 2 പേർക്കും ഓരോന്ന് കൊടുത്തു. ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു നൽകി. 3 എണ്ണം കൊടുത്തു, 1 ബാക്കിയുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഓഹരിയാണ്. അത് കഴിക്കാൻ പോയപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് വാപ്പയെ ഓർമ്മ വന്നു. നേരെ ഓടുകയാണ് വാപ്പയുടെ അടുത്തേക്ക്. ആരാണ് വാപ്പ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് കയറുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ ഈ സമയത്ത്? ആ സമയത്ത് ഒരു റൊട്ടി എടുത്തു കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊരു കഷ്ണം ഇങ്ങനെ ചീന്തിയെടുത്ത് വായിലേക്ക് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 3 ദിവസത്തിന് ശേഷം നിന്റെ വാപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഇതാണ് മോളെ.
3 ദിവസത്തിന് ശേഷം നിന്റെ വാപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഇതാണ് മോളെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ കേൾക്കണം. എന്താണെന്നറിയോ? ഈ 3 ദിവസവും രാത്രി ഞാൻ എന്റെ നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. ഈ രാത്രികളിൽ ഞാൻ എന്റെ നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ എന്റെ ദുആ ഉപേക്ഷിച്ചിട്ടില്ല. ഫാത്തിമ, നിനക്കും നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും ഒക്കെ പട്ടിണിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഫാത്തിമ, ഒരിക്കലും നമ്മുടെ പട്ടിണി മാറ്റാൻ ഞാൻ അള്ളാഹുവിനോട് തേടിയിട്ടില്ല. മറിച്ച് ഈ 3 രാത്രികളിലും അള്ളാഹുവിനോട് തേടുമ്പോ ഞാൻ ചോദിച്ചതും ഞാൻ തേടിയതും എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളാണ് ആ ഉമ്മത്ത്. വേറെ ആരെയും നമ്മൾ ആലോചിക്കണ്ട. എനിക്ക് വേണ്ടി എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കാല് വലുതാകുന്നവരെ, നീര് വെക്കുന്നത് വരെ നമസ്കരിച്ചു. അല്ലാഹു ആയത്തിറക്കുക, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ. നിന്നെ ഇടങ്ങാറാക്കാനല്ല നബിയെ ഞാൻ നിനക്ക് ഖുർആൻ അവതരിപ്പിച്ചത്. ഒരിക്കൽ ഒരു ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് നിന്നപ്പോ വല്ലാതെ ഉറങ്ങിപ്പോയി. രാവിലെ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത്? ആ സമയത്ത് എന്താണ് എന്ന് പറയുന്ന ഭാര്യ പറയുന്നുണ്ട്, നമ്മൾ വിരിച്ചു കിടക്കുന്ന ആ വിരിപ്പ് ഞാൻ 2ആയി മടക്കിയിട്ട് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് റാഹത്തിൽ ഉറങ്ങട്ടെ എന്ന് കരുതി, ഞാൻ എങ്ങനെ കിടന്നാലും റസൂല് കുറച്ച് സുഖത്തിൽ കിടക്കട്ടെ എന്ന് കരുതി ഞാൻ വിരിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പറഞ്ഞ ചോദ്യം എന്തായിരുന്നു? ചോദിച്ച ചോദ്യം എന്താ? ഇനി ഒരിക്കലും നീ അത് ചെയ്യരുത് കേട്ടോ, ഇനി ഒരിക്കലും നീ അത് ചെയ്യരുത് കേട്ടോ. കാരണം ഇന്ന് ഈ രാത്രി ഞാൻ ആ സുഖത്തിൽ കടന്നതിന്റെ പേരിൽ എന്റെ രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ റബ്ബിനോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യത്തെയാണ് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നത്. മറുപടി പറയേണ്ടി വരും. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മറുപടി പറയേണ്ടി വരും, ഒരു സംശയവുമില്ല. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സുന്നത്തുകളെ വില കുറച്ച് കാണുന്നവരായാൽ നമ്മൾ വില കുറച്ച് കാണുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളി നീക്കിയ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ മലക്കുകൾ വന്നിട്ട് മാ തഖൂലു ഫീ ഹാദാ റജുൽ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുമ്പോ ഉത്തരം ലഭിക്കില്ല. നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലേ കടന്നു പോകൂല സ്വർഗത്തിലേക്ക്. ഉത്തരം ലഭിച്ചിട്ടില്ലേ ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറയും, അതാ നരകത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം അവനെ ധരിപ്പിക്ക്, നരകത്തിലുള്ള ഒരു കിടക്ക അവന് വിരിച്ചു കൊടുക്ക്, നരകത്തിന്റെ ഒരു വാതിൽ തുറന്നിട്, അതിൽ നിന്നുള്ള ഗന്ധം അവൻ അനുഭവിക്കട്ടെ, ദുർഗന്ധം അവനെ അനുഭവിക്കട്ടെ എന്ന് അവിടുന്ന് വിളിച്ചു പറയുക. സുന്നത്തിനോട് അതിയായ ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ അടിമകളായി നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നോ അതിലേക്കൊക്കെ കടന്നു പോകണം. ഖുർആനിനെ വല്ലാതെ നമ്മൾ സ്നേഹിക്കണം. ഖുർആൻ പാരായണം ശരിയായ രൂപത്തിലല്ല എന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നന്നാക്കാൻ നമ്മൾ ആരംഭിക്കണം. റമളാനിലേക്ക് കടന്നുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ ഇറക്കിയ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവസരങ്ങൾ നിറയെയാണ്. നമ്മളെ തിരുത്തി തരാൻ ധാരാളം ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. കാരണം വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്റെ അടിമ നീ എന്നോട് ചോദിക്ക്, അസ്തജിബ് ലക്കും, ഞാൻ നിനക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു നൽകും, അല്ലാഹു നൽകും, അല്ലാഹു നൽകും എന്നുള്ളതിൽ ഒരു സംശയത്തിന്റെ പഴുതിന്റെ ആവശ്യം പോലുമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ റമളാനിലുള്ള എല്ലാ നന്മകളും വാരി കൂട്ടുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാവണം. ആ നന്മകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കണം. ആ റമളാനിലൂടെ അള്ളാഹു നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാനാണ്. ആ തഖ്വ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നേടിയെടുത്തുകൊണ്ട് അങ്ങനെ ആ തഖ്വയിലോടുകൂടി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന
ആളുകളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുക എന്നുള്ളത് ഓപ്ഷനല്ല, നിർബന്ധമാണ്. അള്ളാഹു പറഞ്ഞതിലേക്ക് ഒരു മുസ്ലിം കടന്നു പോകാൻ പാടുള്ളൂ. അള്ളാഹു വിലക്കിയതിലേക്ക് ഒരു മുസ്ലിമും കടന്നു പോകാൻ പാടില്ല. അവന് അനുവാദമില്ല. അവന് സ്വർഗം വേണമെന്നുണ്ടെങ്കിൽ, അല്ല ഇനി നരകം കൊണ്ട് തൃപ്തി അടയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ളത് വളരെ എളുപ്പമാണ്. എന്നാൽ സ്വർഗം നേടിയെടുക്കുക എന്ന് പറയുന്നത് പണിയെടുക്കണം. നമ്മൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം. ധാരാളം സമയം അതിനു വേണ്ടി മാറ്റിവെക്കണം. ജീവിതം മുഴുവൻ അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ രൂപത്തിലാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മയിൽ നിന്ന് പരിപൂർണമായ നിലയിൽ മാറി നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമളാനിൽ നോമ്പും നമസ്കാരവും നിലനിർത്തുന്ന ആളുകളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമളാനിൽ അല്ലാഹു എല്ലാ അമലുകളും സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ തൊട്ട് അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ലൈലത്തുൽ ഖദ്റിൽ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ, ദാസിമാരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്നവർക്ക് അവന്റെ സഹായം ഇറക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇണകളില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. اللهم بلغنا رمضان. اللهم بلغنا رمضان. اللهم اجعلنا من المتقبلين. اللهم اجعلنا من المتقبلين. اللهم اجعلنا من المتقبلين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.